എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നത്തോടു കൂടിയിട്ട് അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറാൻ ചോദിച്ചിട്ടുമില്ല, അവരൊരു തരത്തിലുള്ള ചർച്ചയ്ക്ക് മുമ്പോട്ട് വന്നിട്ടുമില്ല. എങ്കിൽ കൂടിയിട്ട് ട്രംപ് സ്വമേധയാ ഈ വെടിനിർത്തൽ കരാർ അതിൻ്റെ ഡേയ്സ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. കുറച്ച് ദിവസത്തേക്ക് കൂടി നമുക്ക് ഈ വെടിനിർത്തൽ കരാർ നീക്കാമെന്നും പറഞ്ഞിട്ട് തനിയെ അങ്ങോട്ട് അത് കൂട്ടിക്കൊടുക്കുകയാണ് ദിവസം. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ട്രംപ് ടോട്ടലി ട്രാപ്ഡ് ആണ്. ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും വീണ്ടും ഇറാനുമായിട്ടൊരു ചർച്ച വെച്ചിട്ട് ഈ യുദ്ധം നിർത്താനാണ്. ഇയാളവിടെ ബ്ലോക്കേഡ് കൊണ്ട് വയ്ക്കുകയാണ്, വലിയൊരു ഉപരോധം തീർക്കുകയാണ് ഹോർമൂസിൽ. അതും പിൻവലിക്കാൻ പറ്റുന്നില്ല, യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ ട്രംപ് നിൽക്കുന്നത്. ട്രംപ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? പുള്ളിയായിട്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സീസ് ഫയറിൻ്റെ ഡേയ്സ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. ഒരിക്കലുമല്ല. മറുവശത്ത് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അമേരിക്ക 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം നടത്തുന്ന ഏറ്റവും വലിയൊരു പടയൊരുക്കമാണ്, സൈന്യത്തിന് തയ്യാറെടുപ്പാണ് മറുവശത്ത് ട്രംപും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു ഹോർമൂസിലേക്കും അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിലേക്കും അമേരിക്കയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള യുദ്ധക്കപ്പലുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും USS ജോർജ് W ബുഷ് എന്ന് പറയുന്ന ഒരു വലിയൊരു പടക്കപ്പലുണ്ട്. അത് വിമാനവാഹിനിയായിട്ടുള്ള കപ്പലാണ്. അതൊക്കെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ മൊത്തം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ അമേരിക്കയുടെ കപ്പലുകളൊക്കെ ഒരുപാട് അങ്ങോട്ട് വരുന്നുണ്ട്. അതിനിടയിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ അവിടെ കൂടെ പാസ് ചെയ്യുന്ന കപ്പലുകളെ ഇറാൻ സൈന്യം വെടിവെക്കുകയാണ്. ഇന്ത്യൻ കപ്പലുകൾക്കടക്കം വെടിയേറ്റിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലേക്ക് വരാനിരുന്ന ഗുജറാത്തിലെ മുദ്ര പോർട്ടിലേക്ക് വരാനിരുന്ന ഒരു കപ്പലും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ വീണ്ടും പ്രശ്നമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് തീർത്തും ഒരു യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം സംഭവിച്ചത്, ഇറാൻ്റെ ഒരു കപ്പലുണ്ടായിരുന്നു, അത് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വരികയാണ്. അപ്പോൾ പ്രധാനമായിട്ടും എണ്ണക്കപ്പലാണ്, പക്ഷേ ഒരുപാട് നേവി ഓഫീസേഴ്സിൻ്റെ ഫാമിലിയും കുടുംബങ്ങളും കുട്ടികളും ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ കപ്പൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കുക എന്ന് മാത്രമല്ല, വെടിവെച്ചതിൻ്റെ എഞ്ചിൻ റൂം തകർക്കുകയാണ്, ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കും യുദ്ധമൊക്കെ അവസാനിച്ചു, ഇപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു 13 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പടയൊരുക്കമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇങ്ങനെ സംഘർഷ സമയങ്ങളിൽ മാർക്കറ്റ് വോളാറ്റൈലാണെങ്കിലും ശക്തമായിട്ട് നിലനിൽക്കുന്ന കമ്പനികളുണ്ട്. അത്തരം കമ്പനികളുടെ ഷെയർ വാങ്ങണമെങ്കിൽ ഒരുപക്ഷെ ലക്ഷങ്ങളൊക്കെ വേണ്ടി വരുമല്ലേ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള 50ഓളം ടോപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് മുന്നിലുണ്ട്. ബജാജ് ലൈഫിൻ്റെ നിഫ്റ്റി 500 ലോ വോളാറ്റിലിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഈ രീതിയിൽ ഈ വരുന്ന ഏപ്രിൽ 30 വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കൂടുതൽ അറിയാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അവിടെ മലയാളത്തിൽ തന്നെ ഫോണിലൂടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ വീട്ടിലൊരു ഏജന്റ് വന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. ഇനി ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ₹1 പോലും നഷ്ടപ്പെടില്ല എന്ന ഉറപ്പുമുണ്ട്. NAV 10 രൂപയാണ്. പിന്നെ ഈ NFOയുടെ ഇൻഡെക്സിന്റെ റിട്ടേൺ നോക്കിയാൽ 5-7 വർഷങ്ങളിൽ 20.4%, 19% ശരാശരി റിട്ടേൺസ് ഓരോ വർഷവും തന്നിട്ടുണ്ട്. ബാങ്കിലൊക്കെ FD ഇടുമ്പോൾ കിട്ടുന്ന 5-6%-ത്തേക്കാൾ എത്രയോ കൂടുതലാണ് ഇവിടുത്തെ റിട്ടേൺ അല്ലേ. നമ്മളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. മാസം അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്ക് കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും ഇവിടെ നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് അത്രയും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 30 ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി വെറും 10 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലുമുള്ള ലിങ്കിൽ പോയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി പറയുവാണെങ്കിൽ, ഈ ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക ഈ ഒരു ബ്ലോക്കേഡ്, അമേരിക്ക അവിടെ ഒരു ഉപരോധമൊക്കെ തീർത്തിട്ടുണ്ടല്ലോ, അത് മാറ്റുന്നില്ല എന്നുള്ളത് കണ്ട് ഇറാൻ വീണ്ടും ഹോർമൂസ് അടയ്ക്കുകയാണ്. കാരണം അമേരിക്ക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഈ യുദ്ധത്തിൽ മൊത്തം ട്രംപ് എന്ന് പറയേണ്ടി വരും. കാരണം ട്രംപിൻ്റെ ആ ഒരു മാനസിക പ്രശ്നമാണ് നമ്മൾ ഈ യുദ്ധത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എല്ലാം സംബന്ധിച്ചും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ട്രംപ് ഈ ഒരു ബ്ലോക്കേഡ് മാറ്റാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഹോർമൂസ് വീണ്ടും അടയ്ക്കുകയാണ്. ഇറാൻ പരസ്യമായിട്ട് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്, ഇനി ഞങ്ങൾ ഹോർമൂസ് അടച്ചിരിക്കുകയാണ്, ഇനി അവിടെ കൂടെ പോകുന്ന കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ അതായത് ഇറാൻ്റെ അനുമതിയില്ലാതെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം പോകുന്ന കപ്പൽ എങ്ങോട്ടുള്ള കപ്പലായിരുന്നു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള നമ്മളുടെ ഇന്ത്യൻ കപ്പലാണ്. ഈ ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാൻ്റെ IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഉണ്ടല്ലോ, അവർ വെടിവെക്കുകയാണ്. അതൊരു സംഭവം വലിയ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇറാൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമാണ്. നമുക്ക് ആ ഒരു രാജ്യമായിട്ട് അത്രയും നല്ല ഡിപ്ലോമസിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ
രാജ്യത്തിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ IRGCയുടെ കൺട്രോൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നിലവിൽ യുദ്ധം പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നടത്തുന്നത് IRGC ആണ്. അപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അത് വളരെ രൂക്ഷമായിരുന്നു. നമ്മൾ വെടിക്കെട്ടിന് ഈ റോക്കറ്റ് മുകളിലോട്ട് ഇങ്ങനെ വിടുന്ന പോലെ അങ്ങനെ വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലേ. ഇവർ പറഞ്ഞതുപോലെ ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം ഇവരുടെ മനോധൈര്യം എന്നുള്ളത് ഭയങ്കരമാണ്. അതായത് ട്രംപ് പറയുകയാണ് ഇറാൻ എന്ന് പറയുന്ന നാഗരികത ഇന്നത്തോടു കൂടിയിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇവരതിനെ കളിയാക്കിയാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും നമുക്കും കാണാം, ഞങ്ങൾ ഏറ്റവും വലിയൊരു സർപ്രൈസാണ് അമേരിക്കയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടായിരുന്നു IRGC റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ IRGCക്ക് അവിടെ കൂടെ പോകുന്ന ഇന്ത്യൻ കപ്പലാണെന്നോ അല്ലെങ്കിൽ അവരുടെ മറ്റൊരു ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഡീൽ നടക്കുന്ന രാജ്യമായിട്ടുള്ള ചൈനീസ് കപ്പലാണോ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ വെടിവെക്കുകയാണ്, പറഞ്ഞത് കേട്ടില്ല, ഞങ്ങൾ ആക്രമിക്കും, പ്രത്യാക്രമണം നടത്തും എന്നുള്ളൊരു സംഭവം തന്നെയാണ് IRGC പറയുന്നത്. അങ്ങനെ അവരൊരു ഇന്ത്യൻ കപ്പൽ വെടിവെക്കുകയാണ്. ഇന്ന് ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ന്യൂസ് എന്തെന്നാൽ മറ്റ് 2 കപ്പലുകൾ കൂടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ 2 കപ്പൽ മറ്റ് 2 രാജ്യങ്ങളുടെയാണ്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഒന്നാമത്തത് പനാമയുടെ പതാക ഏന്തിയിട്ടുള്ള MSC ഫ്രാൻസിസ്ക എന്ന കപ്പലാണ്. രണ്ടാമത്തത് ലൈബീരിയൻ പതാകയുള്ള, അതായത് ഈ രാജ്യങ്ങളുടെ കപ്പലാണ്. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഓണർഷിപ്പിലായിരിക്കും ഈ കപ്പലുള്ളത്. ലൈബീരിയൻ പതാകയുള്ള എപ്പാമിനോണ്ടസ് എന്നീ ചരക്ക് കപ്പലുകളാണ്. രണ്ടും ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കപ്പലാണ്. ഇതിൽ ഈ ലൈബീരിയൻ പതാകയുള്ള എപ്പാമിനോണ്ടസ് ഇല്ലേ, അത് UAE ജബൽ അലി തുറമുഖത്ത് നിന്ന് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തേക്കാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ രാജ്യത്തേക്ക് ഗുഡ്സും അല്ലെങ്കിൽ എണ്ണയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വരുന്ന കപ്പലാണ് നിലവിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ നടപ്പുണ്ട്. പലതരത്തിലുള്ള കപ്പലുകളും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഇറാൻ പല കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട്, വെടിവെക്കുന്നുണ്ട്. ഹോർമൂസിൽ കുറച്ച് ദിവസമായിട്ട് വെടിവെപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കെ അമേരിക്കയും പല കപ്പലുകൾ പിടിച്ചെടുക്കുകയാണ്. പ്രധാനമായിട്ടും ഇറാൻ്റെ തൗസ്ക എന്ന് പറയുന്ന ഒരു കപ്പലുണ്ടായിരുന്നു. ഇത് ചൈനയിൽ നിന്ന് ഇറാനിലെ തുറമുഖത്തേക്ക് മടങ്ങുകയാണ്. ഇതൊരു കാർഗോ ഷിപ്പാണ്, ചരക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഷിപ്പാണ്. പക്ഷെ നമുക്കറിയാം ഈ മെർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ ഫാമിലിയൊക്കെ കൂട്ടാറുണ്ട്. അങ്ങനെ ഒരുപാട് ഫാമിലീസും കുട്ടികളും ഒക്കെ അടക്കമുണ്ടായിരുന്നു. അങ്ങനെ ഇത് പാസ് ചെയ്യുന്ന വഴിക്ക് ഈ കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന അമേരിക്കൻ നാവികസേന, US ഒരുപാട് ഷിപ്സ് ഇപ്പോൾ ത്രൂ ഔട്ട് ദ സീ ഉണ്ട് കേട്ടോ. ഹോർമൂസിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല ഇന്ത്യൻ ഓഷനിലും ഒക്കെ നിറച്ച് കപ്പലുകൾ അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കപ്പലുകളിൽ നിന്ന് ഈ ഇറാൻ കപ്പലായിട്ടുള്ള തൗസ്കയ്ക്ക് വാണിംഗ് കൊടുക്കുകയാണ്, നിങ്ങൾ ഇനി മുന്നോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് 6 മണിക്കൂറോളം വാണിംഗ് കൊടുക്കുകയാണ്. 6 മണിക്കൂർ. പക്ഷേ തൗസ്ക കപ്പൽ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിക്കുകയാണ്. അമേരിക്കൻ നാവികസേന കൃത്യമായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മുമ്പോട്ട് വന്നാൽ വെടിവെക്കും, ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തൗസ്ക ഇതൊന്നും കേൾക്കുന്നില്ല, മുന്നോട്ട് വരികയാണ്. അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴേക്കും അമേരിക്കൻ നാവികസേന അവരുടെ ഗണ്ണുപയോഗിച്ച്, മിസൈലോ കാര്യങ്ങളൊന്നുമില്ല, ഗണ്ണുപയോഗിച്ച് ഇതിൻ്റെ എൻജിൻ റൂം നോക്കി ഫയർ ചെയ്യുകയാണ്. ഫയർ ചെയ്ത് അതിൻ്റെ എൻജിൻ റൂം പൊളിച്ച് ആ കപ്പൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ചെയ്ത കാര്യം എന്തെന്നാൽ ഈ നേവിയുടെ തന്നെ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഫുള്ള് ലോഡഡാക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതും യുദ്ധക്കപ്പലുകളും 10,000 വരുന്ന സൈനികരും ഒക്കെ നിലവിൽ ഇറാനെ ചുറ്റി ഇങ്ങനെ, അതായത് ഈ ബാഹുബലി സിനിമയിലൊക്കെ ഈ വലിയ കോട്ടയുടെ പുറത്ത് മറ്റേ കാലകേൻ്റെ പടം ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന ആ ഒരു സീനില്ലേ, അതുപോലെയാണ് നിലവിൽ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നത്. പക്ഷേ മാധ്യമങ്ങളൊന്നും അതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നില്ല. എന്തായാലും ഇവിടുന്ന് ഹെലികോപ്റ്റർ എടുത്ത് നേരെ പോയിട്ട് ഈ കപ്പലിൻ്റെ മുകളിൽ ഇങ്ങനെ പറന്ന് നിർത്തുകയാണ്. അതിൽ നിന്ന് മറ്റേ കയറിട്ട് ഇറങ്ങുക, ആ ഒരു സംഭവം നമ്മൾ സിനിമയെ കണ്ടിട്ടില്ലേ, ഇതായിരുന്നു ശരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ വരുന്ന സൈനികർ ആ കപ്പലിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയ ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ബന്ദികളാക്കി വെക്കുകയാണ്. ഓർക്കുക, ഇത് ഇറാൻ്റെ നാവികസേനയുടെ കപ്പലൊന്നുമല്ല, ഇത് സാധാരണ ഒരു കാർഗോ ഷിപ്പാണ്. സാധാരണ ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അവരെയൊക്കെ ബന്ദികളാക്കുകയാണ്. കുടുംബങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഗൺ പോയിന്റിലൊക്കെ നിർത്തിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് ഇത് ഞങ്ങൾ സാങ്ഷൻ ചെയ്തിട്ടുള്ള, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള കപ്പലാണെന്നും പറഞ്ഞ് ഈ കപ്പൽ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. നിലവിൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ഈ കടലിൽ തന്നെ കിടക്കുകയാണ്. അവർക്ക് പുറംലോകമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെടാനോ കൃത്യമായിട്ടുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം വരും ദിവസങ്ങളിൽ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്റ്റേറ്റ്ലെസ് ഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു ഇന്ത്യൻ ബന്ധമൊക്കെ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. മുംബൈയിൽ അതിൻ്റെ ഓഫീസൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കപ്പലിൻ്റെ നമ്പറൊക്കെ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ഡയറക്ടറിൽ നിന്ന് കിട്ടിയത് ഒരു ബോട്സ്വാനൻ കപ്പലാണെന്നുള്ളതാണ്. അപ്പോൾ പല മാധ്യമങ്ങളും മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ കപ്പലുകളൊക്കെ പിടിച്ചെടുത്തു എന്നും പറഞ്ഞാണ്, ട്രംപ് പിടിച്ചെടുത്തു എന്നും പറഞ്ഞാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർത്തും തെറ്റായിട്ടുള്ള വാർത്തയാണ്. അതിൻ്റെ എന്തോ ഒരു ഓപ്പറേറ്ററോ ആരോണ്ട് മുംബൈയിലുണ്ടായിരുന്നു, ഇതാണ് സംഭവം. പക്ഷേ അതൊരു ബോട്സ്വാനൻ കപ്പലാണ്. അത് ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗോ കാര്യങ്ങളോ ഇല്ലാത്ത സ്റ്റേറ്റ്ലെസ് ഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു കപ്പലാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നിലവിൽ ഈ കടലിലെ സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക,
ഒരു കരയുദ്ധമായിട്ട് തുടങ്ങിയതാണ്. കരയുദ്ധം എന്ന് ഉദ്ദേശിച്ചത് അവരുടെ ലാൻഡാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. അതും അമേരിക്ക അവർ ഡയറക്റ്റ് ഇറങ്ങിയിട്ടൊന്നുമല്ല, ഈ യുദ്ധവിമാനങ്ങൾ വെച്ചിട്ടല്ലേ. ഇസ്രായേലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു കരയെന്ന് മാറി, ആകാശത്തു നിന്ന് മാറിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കടലിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല അപ്ഡേറ്റുകളും ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും ചെയ്ത പോലെ തന്നെ അതൊന്നും നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2-3 പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തത്, ഇറാൻ ഡിസൈഡഡ് ടു ഫയർ ബുള്ളറ്റ്സ് യെസ്റ്റർഡേ ഇൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് എന്ന് തുടങ്ങുന്നൊരു പോസ്റ്റാണ്. അത് മലയാളത്തിൽ വായിക്കുവാണെങ്കിൽ, ഇറാൻ ഇന്നലെ ഹോർമൂസ് കടലിടുക്കിൽ വെടിയുതിർത്തു. ഇത് നമ്മളുടെ വെടിനിർത്തൽ കരാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ്. പക്ഷേ ഇറാൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞങ്ങൾ ഈ സീസ് ഫയറിൽ നിന്ന് പിന്മാറിയെന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം നിങ്ങളുടെ കപ്പലെടുത്ത് ഹോർമൂസിൽ നിന്ന് പോയില്ല, നിങ്ങളെ ബ്ലോക്കേഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സീസ് ഫയറിൽ നിന്ന് പിന്മാറുകയാണ്, ഞങ്ങൾ ഹോർമൂസ് അടയ്ക്കാൻ പോവുകയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്ക്, അതാദ്യം ചെയ്യുമെന്നായിരുന്നു ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ട്രംപ് പൂർണ്ണമായിട്ട് ഇത് അവരുടെ കുറ്റമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇറാൻ വെടിനിർത്തൽ കരാർ പൂർണ്ണമായിട്ട് ലംഘിച്ചു എന്നും പറഞ്ഞിട്ട്. എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഇറാൻ ഹോർമൂസിൽ നടത്തിയ വെടിവെപ്പിൽ പലതും ഒരു ഫ്രഞ്ച് കപ്പലിനും യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുള്ള, UK യിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിനും നേരെയായിരുന്നു. അതൊട്ടും ശരിയായില്ല അല്ലേ? ചോദിക്കുകയാണ്. കാരണം ട്രംപ് ഒരിക്കലും പുള്ളിയുടെ കുറ്റങ്ങളൊന്നും അംഗീകരിക്കത്തില്ലല്ലോ. ചർച്ചകൾക്കായിട്ട് എൻ്റെ പ്രതിനിധികൾ നാളെ വൈകുന്നേരം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെത്തും. ട്രംപ് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ ഒരു പാവയായിട്ട് നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഈ ധാരണ ഡീലാക്കണം. പക്ഷേ ഇറാൻ പറയുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാം, ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സംഭവം ഞങ്ങൾക്ക് നിർത്താൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് മറ്റു പല ആവശ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ട്രംപ് ഈ ഒരു കാര്യം അംഗീകരിക്കാതെ യുദ്ധം നിർത്തുന്നുമില്ല. ട്രംപിനത് പറ്റില്ല. കാരണം ട്രംപ് ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഈ ഒരു യുറേനിയം ആണവ ആയുധം നിർമ്മിക്കുന്നു എന്നുള്ള പേരിലാണല്ലേ. തങ്ങൾ കടലിട് കടക്കുകയാണെന്ന് ഇറാൻ ഈയിടെ പ്രഖ്യാപിച്ചു. ശരിയാണ്, പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തികച്ചും വിചിത്രമാണ്. കാരണം നമ്മുടെ ഉപരോധം വഴി അത് നേരത്തെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതറിയാതെയാണെങ്കിലും അവർ നമ്മളെ സഹായിക്കുകയാണ് ചെയ്തത്. ട്രംപ് എന്തൊക്കെ മണ്ടത്തരാണ് പറയുന്നത്? ആ ഒരു ബ്ലോക്കേഡ് തുറക്കാൻ പറ്റാഞ്ഞിട്ടാണ് ട്രംപ് അവിടെ കൊണ്ട് ബ്ലോക്ക് വെച്ചത്. അപ്പോൾ ഇറാനുമായിട്ടൊരു ചർച്ചയായി, എന്നാൽ തുറക്കാമെന്ന് പറഞ്ഞു. ട്രംപ് ബ്ലോക്ക് മാറ്റിയില്ല. അപ്പോഴാണ് വീണ്ടും ഒരു ബ്ലോക്ക് ചെയ്തെന്ന് പറയുന്നത്. പക്ഷേ ട്രംപ് ഇതൊന്നും അറിയാത്ത പോലെ തന്നെ, പൊട്ടനാട്ടം കാണുക എന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇയാളുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും. എന്നാൽ ഈ പാത അടഞ്ഞു കിടക്കുന്നത് വഴി നഷ്ടം അവർക്ക് മാത്രമാണ്. പ്രതിദിനം $500 മില്യൺ. അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു നഷ്ടവുമില്ല. വാസ്തവത്തിൽ പരുക്കൻ സ്വഭാവം കാണിക്കാൻ ശ്രമിക്കുന്ന IRGCക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അനേകം കപ്പലുകൾ ഇപ്പോൾ ടെക്സസ്, ലൂസിയാന, അലാസ്ക എന്നിവിടങ്ങളിലേക്ക് സാധനങ്ങൾ നിറയ്ക്കാനായി വരികയാണ്. അമേരിക്കയ്ക്ക് നഷ്ടമൊന്നുമില്ലെന്ന്. ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ബില്യൺസ് ഓഫ് ഡോളർ, നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അത്ര രൂപയാണ് അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞു വന്ന് ഇവിടെ ബോംബിട്ടിട്ട് പോകണമെങ്കിൽ തന്നെ വലിയ ചിലവാണ്. അതിൻ്റെ ഫ്യൂവലിന് മാത്രം B2 സ്പിരിറ്റ് ബോംബറിൻ്റെ, പിന്നെ ഈ വാർകോപ്പുകൾ, അതായത് യുദ്ധക്കോപ്പുകൾ, ഈ മിസൈലും ബോംബും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ബില്യൺസ് ഓഫ് ഡോളർ അമേരിക്കയ്ക്ക് ഇതുവരെ നഷ്ടം പറ്റിയിട്ടുണ്ട് ഇറാനെ ആക്രമിക്കാൻ സ്പെൻഡ് ചെയ്തത് മാത്രം. എന്നിട്ടാണ് ട്രംപ് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു നഷ്ടവുമില്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ തികച്ചും ന്യായമായിട്ടുള്ളൊരു കരാറാണ് മുന്നോട്ട് വയ്ക്കുന്നത്, അവരത് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇറാനിലെ ഓരോ പവർ പ്ലാന്റിലും ഓരോ പാലവും അമേരിക്ക തകർക്കും. ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല, വളരെ വേഗത്തിലും എളുപ്പത്തിലും അത് സംഭവിക്കും. അവർ ഈ കരാറിന് തയ്യാറായില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായിട്ട് മറ്റ് പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്നത് നടപ്പിലാക്കാൻ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇറാൻ്റെ ഈ കൊലയാളി യന്ത്രം, കില്ലിംഗ് മെഷീൻ അവസാനിപ്പിക്കാൻ സമയമായി. അതായത് ലേറ്റസ്റ്റ് പോസ്റ്റുകൾ പോലും പറയുന്നത് എന്താണ്? ഇറാൻ്റെ എല്ലാ പവർ പ്ലാന്റുകളും പാലങ്ങളും B1 ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞങ്ങൾ തകർക്കുമെന്നാണ്. അതായത് ഇതൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. വലിയൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ട്രംപ് വീണ്ടും പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തൗസ്ക എന്ന കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തുള്ളൂ, ഇറാൻ കപ്പൽ. അതിനെ പറ്റിയിട്ടും ട്രംപ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇറാനിയൻ പതാക വഹിച്ച തൗസ്ക എന്ന ചരക്ക് കപ്പൽ നമ്മളുടെ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു. ഏകദേശം 900 അടി നീളമുള്ള ഒരു വിമാനവാഹിനി കപ്പലിനോളം ഭാരമുള്ള, അതായത് 900 അടി നീളം എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് ആണെന്ന് ഓർക്കുക. ഒരു യുദ്ധക്കപ്പലുണ്ടല്ലോ, അത് വിമാനം വഹിക്കാൻ ശേഷിയുള്ള വലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള യുദ്ധക്കപ്പലുണ്ടല്ലോ, അതിൻ്റെ അത്രയും ഭാരമുള്ള ഒരു പട്ടകൂറ്റൻ കപ്പലാണ് ഈ തൗസ്ക എന്നുള്ളത്. അതാണ് നിലവിൽ ട്രംപ് പിടിച്ചെടുത്തിട്ടുള്ളത്, അമേരിക്ക പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒമാൻ ഉൾക്കടലിൽ വെച്ചിട്ട് US നേവിയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആയിട്ടുള്ള USS പ്രൂവൻസ് അവരുടെ യുദ്ധക്കപ്പലാണ്. അത് തൗസ്കയെ തടയുകയും നിർത്താൻ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാനിയൻ ജീവനക്കാർ അതനുസരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് നമ്മളുടെ നാവികസേന കപ്പലിൻ്റെ എഞ്ചിൻ റൂമിന് വിള്ളലുണ്ടാക്കി അതിനെ അവിടെ തന്നെ തടഞ്ഞു നിർത്തുകയാണ്. നിലവിൽ US മറീനുകൾ കപ്പൽ ഏറ്റെടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം തൗസ്ക നേരത്തെ തന്നെ US ട്രഷറിയുടെ ഉപരോധ പട്ടികയിലുള്ള കപ്പലാണ്. കപ്പൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മളുടെ നിയന്ത്രണത്തിലാണ്. അതിലെന്താണുള്ളതെന്ന് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്.
ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളി അഭിമാനത്തോടെ പറയുകയാണ് ഒരുപാട് ഫാമിലീസും കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കപ്പൽ, ചരക്ക് കപ്പലാണ് ശരിയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് നിലവിൽ റിപ്പോർട്ടഡ് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതിലേക്ക് വെടിയുതിർക്കുകയാണ്. പക്ഷേ അവിടെ ഒരു കാര്യം 6 മണിക്കൂറോളം വാണിംഗ് കൊടുത്തു എന്നുള്ളൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പോസ്റ്റുകളിൽ നിന്നൊക്കെ ട്രംപിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ഒരു വശത്തെ ഉദ്ദേശം വ്യക്തമാണ്, മറുവശത്ത് അയാളുടെ ഭ്രാന്തും കാണാം. ഒരു വശത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തുക. കാരണം ക്രൂഡ് ഓയിലിന് പ്രൈസ് കൂടുകയാണ്, അമേരിക്കയിൽ പെട്രോളിൻ്റെ വില കൂടുകയാണ്, ലോകം ബുദ്ധിമുട്ടുകയാണ്, മൊത്തം ചരക്ക് ഗതാഗതമൊക്കെ സ്തംഭിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും ട്രംപിനെ കുറ്റം പറയുകയാണ്. ട്രംപിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, ആ ഒരു പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഏറ്റവും മങ്ങുകയാണ്, അയാളുടെ പ്രഭാവം മങ്ങുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും 80 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ പോലും തെരുവിലിറങ്ങുകയാണ്. ഇങ്ങനെയിരിക്കെ ട്രംപിന് മുന്നിലുള്ളത് 2 വെല്ലുവിളികളാണ്. യുദ്ധം വെറുതെ അവസാനിപ്പിച്ചാൽ പോരാ, താൻ എന്തിനാണോ യുദ്ധം തുടങ്ങിയത്, പ്രധാനമായിട്ടും ഈ ഒരു ആണവ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണല്ലേ, അത് അവസാനിപ്പിച്ചിട്ട് ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ഇറാൻ പല ഡീലുകളിലും തയ്യാറാകുന്നുണ്ട്. ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഹോർമൂസ് തുറക്കാം, നിങ്ങൾ പറയുന്നത് കേൾക്കാം, പക്ഷേ ഇത് ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് ഇറാൻ പറയുകയാണ്. ട്രംപിന് അതിപ്പോൾ നിലവിലൊരു പ്രശ്നമായിരിക്കില്ല, പക്ഷേ അയാളുടെ ഒരു ഈഗോ ഉണ്ടല്ലോ, ഞാൻ നാണം കെടില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. കാരണം B2 ബോംബർ അടക്കം കൊണ്ട് അവിടെ നെതാൻസിൽ അവരുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ കൊണ്ട് 2-3 തവണയൊക്കെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഇനി അത് നിർത്താതെ, ആ ഒരു സംഭവങ്ങളെല്ലാം നശിപ്പിക്കാതെ, ഇല്ലായ്മ ചെയ്യാതെ ട്രംപിന് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പക്ഷേ ട്രംപിന് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയേ വേണം. ട്രംപിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കോംപ്ലക്സ് അവസ്ഥയിലാണ്. അത്രത്തോളം നമ്മൾ പറയത്തില്ല, ഭയങ്കര ഒരു കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ആ ഒരു സംഭവത്തിലാണ് ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇതാണ് ട്രംപിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പാകിസ്ഥാനെ കടപെടുത്തി ചർച്ചയൊക്കെ നടത്തിയിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. മറുഭാഗത്ത് ട്രംപ് അരക്കിറുക്കിൻ്റെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്നാൽ, ഇന്നേ വരെയുള്ള, അതായത് 2003 ശേഷമുള്ള ഏറ്റവും വലിയൊരു യുദ്ധം, പടയൊരുക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോർക്കും എല്ലാം അവസാനിച്ചു, എവിടെ അവസാനിക്കാൻ? ഇപ്പോൾ ഗൾഫിൽ 10,000 വരുന്ന അമേരിക്കൻ സൈനികരുണ്ട്. ഹോർമൂസിന് ചുറ്റുമായിട്ട് അവരുടെ ന്യൂക്ലിയർ പവേർഡായിട്ടുള്ള 3 വലിയ കപ്പലുകൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ന്യൂക്ലിയർ പവേർഡായിട്ടുള്ള USS ജോർജ് W. ബുഷ് എന്ന് പറയുന്ന കപ്പലുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു ലേസർ ഡിഫൻസ് സിസ്റ്റം സജ്ജീകരിച്ചിട്ടുണ്ട്. എയറോവിറോൺമെൻറ്റൽ ലോക്കസ്റ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് വെച്ചിട്ട്, അതായത് ഒരു ഡ്രോൺ അടിച്ചിടണമെങ്കിൽ ഒരു മിസൈൽ അയക്കേണ്ട അത്രയും ചിലവ് വരുന്ന പ്രോസസ്സാണല്ലേ. പക്ഷേ ഈ ലേസർ ഉണ്ടല്ലോ, ലേസർ അടിച്ചാൽ മതി അതിലേക്ക്, ആ ഡ്രോൺ തവിടുപിടിയായി പോവും. അങ്ങനത്തെ സിസ്റ്റം വരെ എക്യുപ്പൈ ചെയ്തിട്ടുള്ള കപ്പലുകളാണ് ഇപ്പോൾ ഹോർമൂസിലേക്കും പല റീജിയൻസിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മാത്രമേ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കത്തുള്ളൂ. ട്രംപ് ലേറ്റസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ്, എല്ലാം നശിപ്പിക്കും, വീണ്ടും ആക്രമണം തുടരുമെന്ന്. നമ്മൾ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് മടുത്തു, അതുകൊണ്ട് കാര്യമായിട്ട് വാർത്തകൾ വരുന്നില്ല. പക്ഷേ സംഭവം ഒരു തരത്തിലും ശമിച്ചിട്ടില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ യുദ്ധം അടുത്തെങ്ങാനും അവസാനിക്കുമോ, അതോ വീണ്ടും ഭീകരമായിട്ട് തുടർന്ന് പോരത്തേ ഉള്ളോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതുക. ഈ വീഡിയോയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം മാർക്കറ്റിലെ ലെസ് വോളാറ്റൈൽ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരത്തെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏപ്രിൽ 30 വരെയാണ് നിങ്ങൾക്ക് NFL ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി വെറും 10 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണുന്ന QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്താൽ മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.